നഗരമധ്യത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കുലുങ്ങിവിറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നടിയുന്നു. പരിഭ്രാന്തരായ ആളുകൾ നിലവിളിച്ചുകൊണ്ട് തെരുവുകളിലൂടെ ഓടുന്നു. റോഡുകൾ പിളർന്ന് അതിനിടയിലേക്ക് മനുഷ്യർ പതിക്കുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ പൊടിപടലങ്ങൾ തെരുവുകളെയും വാഹനങ്ങളെയും ആളുകളെയും മൂടുന്നു. ചിലർ കുട്ടികളെയും എടുത്ത് പൊടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനങ്ങളിൽ കയറുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മ്യാൻമാറിലെയും തായ്ലൻഡിലെയും ഭൂചലനത്തിന്റെ ദൃശ്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ രക്ഷാദൗത്യം തുടരുകയാണ്. ഇതുവരെ 694 മരണമാണ് ഭൂകമ്പത്തിൽ സ്ഥിരീകരിച്ചത്. നിരവധി പേർ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. 1670 പേർക്ക് പരിക്കേറ്റതായാണ് മ്യാൻമാർ സൈനിക നേതാവ് വ്യക്തമാക്കിയത്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിന് കൈത്താങ്ങായി ഇന്ത്യ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ജനസുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ടെന്റ്, സ്ലീപ്പിംഗ് ബാഗ്, ബ്ലാങ്കറ്റ്, ഭക്ഷണം, വാട്ടർ പ്യൂരിഫയർ, സോളാർ ലാമ്പ്, ജനറേറ്റർ അടക്കം 15 ടൺ അടങ്ങുന്ന അടിയന്തരാവശ്യ സാധനങ്ങൾ ഇന്ത്യ മ്യാൻമാറിലേക്ക് അയച്ചു. ഭൂചലനത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. മ്യാൻമാറിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ശക്തമായി കുലുങ്ങുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായതോടെയാണ് യാത്രക്കാർ പരിഭ്രാന്തരായത്. സ്റ്റേഷന്റെ അടിഭാഗം ആടിയുലഞ്ഞതോടെ യാത്രക്കാരിൽ പലരും പുറത്തേക്കോടി. മെട്രോ സ്റ്റേഷനിലെ യാത്രക്കാർ പരസ്പരം പിടിച്ചു നിൽക്കുന്നതും ട്രെയിൻ കുലുങ്ങുന്നതുമടക്കമുള്ള വീഡിയോകളും പുറത്തു വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സാഗയിങ്ങിന് 16 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി 10 കിലോമീറ്റർ താഴ്ചയിലാണ്. ബാങ്കോക്കിൽ നിർമ്മാണം നടക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ തകർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കോൺക്രീറ്റ് കൂനയായി മാറുന്നതും മറ്റൊരു വീഡിയോയിൽ കാണാം. മ്യാൻമാറിലെ പ്രശസ്തമായ അവാ പാലവും തകർന്നിട്ടുണ്ട്. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ രക്ഷാദൗത്യം തുടരുകയാണ്. മ്യാൻമാറിനൊപ്പം ഭൂകമ്പം വലിയ നാശം വിതച്ച തായ്ലാൻഡിൽ പ്രധാനമന്ത്രി പെയ്തോങ് ടാൻ ഷിനവത്ര അടിയന്തര യോഗം വിളിച്ചു. തലസ്ഥാനമായ ബാങ്കോക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്കോക്കിലും ചൈനയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ യുനാനിലും മെട്രോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 7.9 തീവ്രതയുള്ള ഭൂകമ്പമാണ് യുനാനിൽ അനുഭവപ്പെട്ടത്. 1.7 കോടി പേർ പാർക്കുന്ന അമ്പരചുംബികളാൽ നിറഞ്ഞ നഗരമാണ് ബാങ്കോക്ക്. പ്രകമ്പനം അനുഭവപ്പെട്ടതിന് പിന്നാലെ ബാങ്കോക്കിലെ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ച മ്യാൻമാറിലെ മാൻഡലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെ സഗൈ നഗരത്തിന് വടക്കു പടിഞ്ഞാറ് 10 മുതൽ 30 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ പറഞ്ഞു. മ്യാൻമാറിലെ പട്ടാള ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. പ്രദേശത്ത് നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. നിമിഷ നേരം കൊണ്ട് തകർന്നടിയുന്ന കെട്ടിടങ്ങൾ. ഭൂമി കുലുക്കത്തിന്റെ ശക്തിയിൽ കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തുളുമ്പി താഴേക്ക് വെള്ളച്ചാട്ടം കണക്കെ പതിക്കുന്ന വെള്ളം. കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുരന്തമെത്തിയപ്പോൾ ഇറങ്ങിയോടിയ ആളുകളെയും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. മ്യാൻമാർ ഭരണകൂട മേധാവി മിൻ ഓങ് ഹ്ലെയിങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. 6 പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങി. ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ചൈനയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. കൊൽക്കത്തയിലും ഇംഫാലിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. കൊൽക്കത്തയിലെ താമസക്കാർ ചുമരുകളിലെ തൂണുകൾക്ക് ചലനം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം നഗരത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഉണ്ടായിട്ടില്ല. മണിപ്പൂരിലെ ഇംഫാലിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലെ പൂർണ്ണമായും തകർന്നതായാണ് റിപ്പോർട്ടുകൾ. മാൻഡലയിലെ 175 കൊല്ലം പഴക്കമുള്ള കൊട്ടാരം പ്രകമ്പനത്തിൽ തകർന്നു. മാൻഡലയിലെ പ്രശസ്തമായ ആവാ പാലവും തകർന്നടിഞ്ഞു.
നഗരത്തിലെ മുസ്ലിം ആരാധനാലയം തകർന്ന് 3 പേരാണ് മരിച്ചത്. ഏറ്റവും വലിയ ആശുപത്രികളിലൊന്ന് നിലംപൊത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാങ്കോക്കിലെ എല്ലാ കെട്ടിടങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് പ്രധാനമന്ത്രി പേടോങ് ടാൻ ഷിനാവത്ര അറിയിച്ചു. സാഹചര്യം വിലയിരുത്താനും അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രധാനമന്ത്രി രക്ഷാദൗത്യ സംഘടനകൾക്ക് നിർദ്ദേശം നൽകി. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിടുന്ന കെട്ടിടങ്ങളാണ് ഭൂരിഭാഗവും തകർന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. മ്യാൻമാറിനും തായ്ലൻഡിനും എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മ്യാൻമാറിലും തായ്ലൻഡിലും ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്നുള്ള സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ട്. എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ്. ഇക്കാര്യത്തിൽ അധികൃതരോട് തയ്യാറായിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മ്യാൻമാർ തായ്ലൻഡ് സർക്കാരുകളിലായി ബന്ധം നിലനിർത്താൻ വിദേശകാര്യ മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം ബാങ്കോക്കിലെ ഭയാനകമായ ഭൂകമ്പം കൺമുന്നിൽ കണ്ട് വിറങ്ങലിച്ചു പോയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള 4 വിനോദസഞ്ചാരികൾ. കോഴിക്കോട് ഗണപത് ഗേൾസ് സ്കൂളിലെ മുൻ അധ്യാപക KK ഷജിനയും സുഹൃത്തുക്കളുമായ 3 പേരുമാണ് ഭൂകമ്പ ബാധിത പ്രദേശത്ത് വെള്ളിയാഴ്ച അകപ്പെട്ടു പോയത്. ഭൂകമ്പത്തിൽപ്പെട്ടപ്പോൾ ഇവിടെ ഷുവർ സ്റ്റേ എന്ന ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് ഷജിന് പറയുന്നു. തലകറക്കം പോലെയും ഇരുന്ന സോഫ സെറ്റ് ആരോ വലിച്ചു നീക്കുന്ന പോലെയുമാണ് ആദ്യം തോന്നിയത്. ഭൂകമ്പമാണെന്ന് അവർ പറഞ്ഞു. ഉടൻ എല്ലാവരും ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയോടി. തൊട്ടടുത്ത ഹോട്ടൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വാട്ടർ ടാങ്കിലെ വെള്ളം ചുറ്റി പുറത്തേക്ക് ശക്തിയായി ഒഴുകുന്നതും വാഹനങ്ങൾ റോഡിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ നിരനിരയായി നിർത്തിയിട്ടതുമായ കാഴ്ചകളാണ് ആദ്യം കണ്ടത്. ഓടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. സ്വിമ്മിംഗ് പൂളിലും മറ്റും ഉണ്ടായിരുന്നവർക്ക് ഹോട്ടലുകാർ തോർത്തും വസ്ത്രങ്ങളും മറ്റും നൽകുന്നുണ്ടായിരുന്നു. മെട്രോയിൽ ക്യൂ നിന്നെങ്കിലും നീങ്ങുന്നില്ല എന്ന് കണ്ട് എല്ലാവരും വാഹനത്തിനുള്ളിൽ തന്നെ ഇരുന്നു. 8 മണിക്കൂറോളം ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. എല്ലാ കടകളും അടഞ്ഞു കിടന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഭക്ഷണത്തിനുള്ള കടകളാണ് ആദ്യം തുറന്നത്. ആശുപത്രിയിലുള്ളവർ പോലും റോഡിൽ ഇറങ്ങി നിന്നെന്ന് ഷജിന പറഞ്ഞു. ഹോട്ടൽ മുറിയിൽ നിലവിൽ സുരക്ഷിതരാണ് തങ്ങളെന്നും അവർ പറയുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് കോഴിക്കോട് നിന്ന് ഇവിടേക്ക് ഈ സംഘം പുറപ്പെട്ടത്. ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോലാലംപൂരിലേക്കും പിന്നീട് ഫുക്കറ്റിലേക്കും തുടർന്ന് ബാങ്കോക്കിലേക്കും എത്തുകയായിരുന്നു. നടക്കാവ് സ്കൂളിലെ അധ്യാപിക ശുഭ, മകൻ ഡോക്ടർ അർജുൻ, സുരേഷ്, മകൾ സങ്കീർത്തന സുരേഷ് എന്നിവരായിരുന്നു ഒപ്പമുള്ളവർ. എന്തായാലും സമീപ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂചലനത്തിനും നാശനഷ്ടത്തിനുമാണ് മ്യാൻമാർ സാക്ഷിയായത്. ലോകരാജ്യങ്ങൾ ഒന്നിച്ച് എത്രയേറെ കോടികൾ സംഭാവന ചെയ്താലും ഉറ്റവരും ഉടയവരും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട ആ ജനതയ്ക്ക് പഴയ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇനിയുമേറെ നാളുകൾ വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.